ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ആദ്യമേ തന്നെ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് റെൻസി, ഇതെൻ്റെ ഹസ്ബൻഡ് റോബിൻ. ഞങ്ങൾ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ നിന്നാണ്. ഞാനൊരു ദുബായിൽ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവിടെ 1.5 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് HR നിന്നൊരു കോൾ വരികയാണ് അവിടെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ HR ചെന്നപ്പോഴത്തേക്കിനും അവരെനിക്ക് എടുത്തു തന്നത് ടെർമിനേഷൻ ലെറ്റർ ആയിരുന്നു. ആദ്യമേ തന്നെ ഷോക്കായി പോയി. അവിടെ ജോയിൻ ചെയ്ത് 1.5 വർഷം ആകുന്നതിന് മുന്നേ തന്നെ ടെർമിനേഷൻ ലെറ്റർ കിട്ടി. അവരോട് ചോദിച്ചു അതിൻ്റെ റീസൺ എന്താണെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ എക്സസ് സ്റ്റാഫാണ്, എന്നെ മാത്രമല്ല ഒരു 15ഓളം സ്റ്റാഫിനെ അവർ ടെർമിനേറ്റ് ചെയ്തു. അവിടുന്ന് 3 മാസത്തെ നോട്ടീസ് പീരീഡ് ആയിരുന്നു തന്നിരുന്നത്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഞാനൊരു നേഴ്സായതുകൊണ്ട് എനിക്ക് ജോലി എവിടെ വേണമെങ്കിലും കിട്ടും. അങ്ങനെ ഒരു ഇതിൽ ഞാൻ CV ഒക്കെ പ്രിപ്പയർ ചെയ്ത് എല്ലായിടത്തും അയച്ചു. പക്ഷേ എങ്ങൊന്നും എനിക്ക് വെളി വന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അമ്മ പറയുമായിരുന്നു, നിന്നെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് മാതാവ് ഒരുക്കുന്നതായിരിക്കുമെന്ന്. പക്ഷേ ഉടമ്പടിയെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയുകയില്ലായിരുന്നു. അത് കാരണം എനിക്ക് എടുക്കാനൊരു പേടിയായിരുന്നു, അതെന്നെക്കൊണ്ട് പാലിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഞാൻ ഓൺലൈൻ ഉടമ്പടി ഒക്ടോബർ 2023 എടുത്തു. അതിനുശേഷം നവംബർ 23-ാം തീയതി ഞാനിവിടെ വരികയും അങ്ങനെ തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു ചെന്ന് എൻ്റെ നോട്ടീസ് പീരീഡ് കഴിയുന്ന കാലാവധി ഡിസംബർ 11 അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം കുറേ പേര് നമ്മൾ റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഡിസംബർ 7-ാം തീയതി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം ഞാൻ അമ്മയോട് ഡേറ്റ് ഇട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ഇന്ന് എനിക്കൊരു അടയാളം അമ്മ തരണം. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ആദ്യ നിയോഗത്തിൽ വെച്ചത് ഒന്നുകിൽ എന്നെ ആ സെയിം ഹോസ്പിറ്റലിൽ അവർ തിരിച്ചെടുക്കണം, അതല്ലെങ്കിൽ എനിക്ക് പുതിയൊരു ജോലി കിട്ടണമെന്നുള്ളതായിരുന്നു. അമ്മ മാതാവിൻ്റെ നിയോഗം എന്നെ അവിടെ തിരിച്ചെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഞാനിവിടെ ഉടമ്പടി എടുത്ത അന്ന് എൻ്റെ അവിടുത്തെ മാനേജ്മെൻറ്റ്, പഴയ മാനേജ്മെൻറ്റ് നടന്ന CEO-നെയും അവരുടെ സെക്രട്ടറിയെയും ഞാൻ ഉടമ്പടി എടുത്ത ദിവസം തന്നെ ടെർമിനേറ്റ് ചെയ്ത് പുതിയ ഒരു മാനേജ്മെൻറ്റ് അവിടെ ജോയിനായി. ആ മാനേജ്മെൻറ്റിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവർ ഡിസംബർ 7-ാം തീയതി അമ്മ എനിക്ക് തന്ന അടയാളം 1 മാസം കൂടി അവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് ജോലി ചെയ്യാമെന്നുള്ളതായിരുന്നു. അതിനുശേഷം മാനേജ്മെൻറ്റിനോട് എല്ലാവരും സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് വീണ്ടും ആ ജോലിയിൽ തന്നെ തുടർന്ന് ജോലി ചെയ്യാനുള്ള ഒരു പെർമിഷൻ അവർ നമുക്ക് തരികയുണ്ടായി. അത് ഒന്നുകൊണ്ട് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളത്, അമ്മ മാതാവിൻ്റെ ഒരൊറ്റ ഒരു കാരണം കൊണ്ടാണ് അത് കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി. രണ്ടാമത്തെ സാക്ഷ്യം, ഞാനും ഹസ്ബൻഡും വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഞാൻ സൗദിയിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തത്, ഹസ്ബൻഡ് ദുബായിലും ആയിരുന്നു. അപ്പോൾ 2.5 വർഷം കോവിഡിൻ്റെ സമയമായതുകൊണ്ട് നാട്ടിലൊന്നും വരാൻ പറ്റുന്നില്ലായിരുന്നു. അവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് 2022 ഞാൻ ദുബായിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള പെർമിഷൻ അവിടുന്ന് തരുന്നില്ലായിരുന്നു ഇവരുടെ കമ്പനിയിൽ നിന്ന്. കുറേ പറഞ്ഞു നോക്കി. ഇതിനു വേണ്ടി കല്യാണം കഴിഞ്ഞ നാളും അത് പ്രാർത്ഥിക്കുകയാണ് ഒരുമിച്ച് താമസിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് നടന്നില്ലായിരുന്നു. അതിനുശേഷം 2023 ഉടമ്പടി എടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അവരോട് ഒന്നും കൂടെ ഒന്ന് സംസാരിച്ച് നോക്കുമെന്ന്. അങ്ങനെ ഹസ്ബൻഡ് പോയി വീണ്ടും സംസാരിച്ചു. അതിൻ്റെ ഫലമായിട്ട് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചത്, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ജൂലൈ 1 ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് അമ്മ മാതാവ് എനിക്കൊരു ഗിഫ്റ്റായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള പെർമിഷൻ തരണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ജൂലൈ 1 മുന്നായിട്ട് തന്നെ അവരുടെ കമ്പനിയിൽ നിന്നും ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള പെർമിഷൻ തന്ന് അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അത് അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും ഒരു കാരുണ്യം കൊണ്ട് മാത്രമാണ് അത് സാധിച്ചതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പിന്നീട് സാക്ഷ്യം എന്ന് പറയുന്നത് ഹസ്ബൻഡിന് സാലറി ഇൻക്രിമെൻ്റ് ആയിരുന്നു. അത് ഞാൻ സാക്ഷ്യത്തിൽ വെച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആൾക്ക് സാലറി കൂട്ടിക്കിട്ടി. പിന്നീടുണ്ട് സാക്ഷ്യം, എൻ്റെ കുഞ്ഞിന് 6 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവൻ്റെ മുഖത്ത് മുഴുവൻ റാഷസ് ആയിരുന്നു. ഒരുപാട് മരുന്നുകൾ ഞാൻ യൂസ് ചെയ്തു, ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്മ മാതാവിൻ്റെ തൈലം മുഖത്ത് പുരട്ടിയതിൻ്റെ പരമായിട്ട് ഒരു പാടുപോലും ഇല്ലാതെ അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. പിന്നീട് ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. ഞാൻ സൗദിയിൽ ഒരു 4 വർഷം വർക്ക് ചെയ്തിരുന്നു. കോവിഡ് ആയിരുന്ന സമയത്ത് എനിക്ക് നാട്ടിൽ വരാൻ പറ്റുകയില്ലായിരുന്നു. അത് കാരണം ആ 1 മന്ത് വെക്കേഷൻ അവിടെ എക്സ്ട്രാ ഡ്യൂട്ടി പോലെ അവിടെ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് അതിന് ഡബിൾ സാലറി തരുമെന്നാണ്.
അപ്പം ഞാൻ അവിടെ ജോലിയെല്ലാം കഴിഞ്ഞ് റിസൈൻ ചെയ്ത് പോന്നു. അവിടെ നമ്മൾ 3 പേരെ വെക്കുകയാണ് നമ്മുടെ പൈസയും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത്ര വർഷമായി, 2-3 വർഷം കഴിഞ്ഞു, അവർ ആ പൈസ കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു നിയോഗമല്ല, എങ്കിലും ഞാൻ ഇവിടെ വന്നപ്പോൾ മനസ്സിൽ അമ്മ മാതാവിനോട് പറഞ്ഞിരുന്നു, അമ്മേ ആ പൈസ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ വിചാരിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് ചെന്നതിൻ്റെ പിറ്റേ മാസം തന്നെ ആ പൈസ ശരിക്കും പറഞ്ഞാൽ അവിടെ കൊടുത്തു. പക്ഷേ എൻ്റെ നമ്പരും കാര്യങ്ങളും ഒന്നും തന്നെ അവരുള്ള ആരുടെ കയ്യിലും ഇല്ലായിരുന്നു. ഒരു ചേച്ചി എന്നെ ഫേസ്ബുക്ക് വഴിയായിട്ട്, നാളെ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിൽ ഇന്ന് എനിക്ക് ആ ചേച്ചി എന്നെ ഫേസ്ബുക്കിൽ കൂടെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ആ പൈസയുടെ കാലാവധി തീരുകയാണ്, നീ ആരെയെങ്കിലും വിളിച്ചേൽപ്പിച്ചില്ലെങ്കിൽ ആ പൈസ മുഴുവൻ പോകുമെന്ന്. അത് അമ്മ മാതാവായിട്ടാണ് ആ ചേച്ചി എന്നെ വിളിപ്പിച്ചതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ പൂർണ്ണ പൈസ അവിടെ നിന്ന് ലഭിക്കുവാനിടയായി. പിന്നീട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവും ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തിരുന്നത്, ഞാൻ പൈസ കൊടുത്താണ് മറ്റുള്ളവരെ സഹായിച്ചിരുന്നത്. എനിക്ക് ദുബായിലായതുകൊണ്ട് ഒത്തിരി അങ്ങനെ കാരുണ്യ പ്രവൃത്തികൾ ഇറങ്ങി ചെയ്യാൻ പറ്റില്ലായിരുന്നു. വീട്ടിൽ പൈസ കൊടുക്കും. അതുപോലെ ഞാൻ മരിയൻ മിനിസ്ട്രിയിൽ ഒരു അംഗമാണ്. അത് കാരണം ഞാൻ അവർക്ക് തെരുവിലലയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് പത്രം കൊടുക്കുമായിരുന്നു, സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു. ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ട്, ആളും ഇന്ന് ഉടമ്പടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത്രയുമേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി.